കൊലപാതക ശ്രമത്തിന് ശിക്ഷിച്ചവരെ കേരളത്തിൻ്റെ ഒരു MLA അടക്കം KK ശൈലജ എന്ന് പറയുന്ന മുൻ മന്ത്രി അടക്കം പോയി അവർക്ക് യാത്രയയപ്പ് സമ്മേളനം നടത്തുന്നത് എന്ത് സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിൽ നൽകുന്നത്? ജയിലുകളെ അത്യാധുനിക സുഖസൗകര്യങ്ങളുള്ള താമസ സൗകര്യങ്ങളാക്കി മാറ്റുന്നതിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്? എന്തൊക്കെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. 2 കൊലപാതക കേസിലുള്ളവരെ ഒരുമിച്ച് ഒരു മുറിയിൽ പാർപ്പിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കണ്ണൂർ ജയിൽ മാത്രമല്ല, എല്ലാ ജയിലുകളിലും CPMന്റെ നേതൃത്വത്തിലുള്ള ആ ക്രിമിനലുകൾക്ക് സുഖവാസം നടത്താനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. ഈ ഭരണ സംവിധാനത്തിൻ്റെ പ്രയോറിറ്റി എവിടെയാണ്? മുൻഗണന എവിടെയാണ്? ജയിലുകളെ അത്യാധുനിക സുഖസൗകര്യങ്ങളുള്ള താമസ സൗകര്യങ്ങളാക്കി മാറ്റുന്നതിനല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്? എന്തൊക്കെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. 2 കൊലപാതക കേസിലുള്ളവരെ ഒരുമിച്ച് ഒരു മുറിയിൽ പാർപ്പിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കണ്ണൂർ ജയിൽ മാത്രമല്ല, എല്ലാ ജയിലുകളിലും CPMന്റെ നേതൃത്വത്തിലുള്ള ആ ക്രിമിനലുകൾക്ക് സുഖവാസം നടത്താനുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു. എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കാൻ ശ്രമിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം കണ്ടത് എന്താണ്? കൊലപാതകത്തിന് അല്ലെങ്കിൽ കൊലപാതക ശ്രമത്തിന് ശിക്ഷിച്ചവരെ കേരളത്തിൻ്റെ ഒരു MLA അടക്കം KK ശൈലജ എന്ന് പറയുന്ന മുൻ മന്ത്രി അടക്കം പോയി അവർക്ക് യാത്രയയപ്പ് സമ്മേളനം നടത്തുന്നത് എന്ത് സന്ദേശമാണ് നിങ്ങൾ സമൂഹത്തിൽ നൽകുന്നത്? ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം നമ്മൾ കണ്ടതാണ്. ഏതേലും ഒരു ജനാധിപത്യത്തിൽ അല്പമെങ്കിലും ധാർമ്മിക മൂല്യം ഉള്ള ഒരു ഗവൺമെൻറ്റോ മന്ത്രിയോ ആണെങ്കിൽ ആ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ നിന്ന് മാത്രം ആ ഒറ്റ കാര്യം കൊണ്ട് ആ മന്ത്രി, അതിൻ്റെ ചുമതലയുള്ള മന്ത്രി രാജിവെക്കേണ്ടതല്ലേ? ഹൈ സെക്യൂരിറ്റി പ്രിസണിനകത്തുനിന്ന് 4 മതിലുകൾ ചാടി ഒരു കൊടും കുറ്റവാളിക്ക് ജയിലിൻ്റെ പുറത്തിറങ്ങാൻ ഒറ്റ കൈയുള്ള കൊടും കുറ്റവാളികൾക്ക് ജയിലിൻ്റെ പുറത്തിറങ്ങാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് ആരുടെയും സഹായമില്ലാതെ അയാൾ തനിച്ച് ചെയ്തയാന്ന് പറഞ്ഞാൽ അവരുടെ അന്തം കമ്മികളായിട്ടുള്ളവരത് വിഴുങ്ങുമായിരിക്കും. സാധാരണ യുക്തിയുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് വിഴുങ്ങാൻ സാധിക്കത്തില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഓരോ മേഖലയിലെ പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നു. ഞാൻ ചോദിക്കട്ടെ, കോട്ടയത്ത് ഒരു സഹോദരി മരിച്ചു, ആശുപത്രിയിൽ പോയി കെട്ടിടം ഇടിഞ്ഞു വീണ് സഹോദരി മരിച്ചു. ഇന്നും നമുക്ക് കേരളീയ സമൂഹത്തിന് ഉത്തരമുണ്ടോ? ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് തള്ളിവിട്ടത്? ആ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടം ഉപയോഗിച്ച് അവിടെ ഒരു അപകടമുണ്ടാകുന്നു. എന്തുകൊണ്ട് ഇതിനൊരു മറുപടി ഇപ്പോഴും ഉണ്ടാകുന്നില്ല? കൊല്ലത്ത് കോവൂർ സ്കൂളിൽ, തേവലക്കര ബോയ്സ് സ്കൂളിൽ ഒരു മിഥുൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൻ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഹൃദയഭേദകമായിരുന്നു. കഴിഞ്ഞ ദിവസം എത്രത്തോളം രാഷ്ട്രീയ താല്പര്യമാണ് ഇവരെ നയിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവായി ഞാൻ കണ്ടത്, അതിന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഓവർസിയറെ സസ്പെൻഡ് ചെയ്തു. ആ ഓവർസിയർ കഴിഞ്ഞ 3 മാസക്കാലമായി മെഡിക്കൽ ലീവാണ്, ഓഫീസിലേക്ക് വന്നിട്ടേ ഇല്ല. ഈ 3 മാസക്കാലയളവിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ 2 തലത്തിലുള്ള വർക്ക് ഈ ലൈനിലുണ്ടായി. ഒന്ന്, സിംഗിൾ ഫേസ് 3 ഫേസ് ആക്കാനുള്ള ഒരു വർക്കും നടന്നു. അതുകൂടാതെ വേറെ ഒന്ന് നടന്നത് സ്പേസർ ഇടുന്ന വർക്കും നടന്നു. അതിനെല്ലാം നേതൃത്വം കൊടുത്ത സബ് എഞ്ചിനീയർ അടക്കം ബാക്കി ആർക്കും ഒരു പ്രശ്നവുമില്ല. ജോലി കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി പോസ്റ്റിൽ കയറിയ ആ വ്യക്തി വീണ് പരിക്കേറ്റ് മെഡിക്കൽ ലീവിൽ കഴിഞ്ഞ് അദ്ദേഹത്തെ മാത്രം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കാര്യം എന്താണ്? അതിൻ്റെ ഉന്നതരുടെ റിപ്പോർട്ടിൽ 6 ഉദ്യോഗസ്ഥരുടെ 6 ജീവനക്കാരുടെ പേര് നൽകി. അതിൽ INTUC-കാരൻ ഇയാൾ മാത്രമേ ഉള്ളായിരുന്നു. അയാളെ സസ്പെൻഡ് ചെയ്തു. ബാക്കി 5 പേരെയും വെറുതെ വിട്ടു. ഇത് നടന്ന കാര്യമാണ്. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്.